പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കാനില്ലെന്ന് സൂചന നൽകി ഉമ്മൻചാണ്ടി. തന്റെ അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടാൻ ഐ ഗ്രൂപ്പ് ഒരുങ്ങുമ്പോൾ കെ മുരളീധരന്റെ പേര് നിർദ്ദേശിക്കാനുള്ള അണിയറ നീക്കങ്ങൾ എ ഗ്രൂപ്പിൽ സജീവമാണ്. പ്രതിപക്ഷ നേതാവാകുമോ എന്ന ചോദ്യത്തിന് ഉമ്മൻചാണ്ടിയുടെ മറുപടി ഇങ്ങനെ: തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരും പാർട്ടി ഹൈക്കമാൻഡുമാണ് അത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത്. അത് സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ ഒരഭിപ്രായമുണ്ട്. അത് ഞാൻ പാർട്ടി നേതൃത്വത്തെ അറിയിക്കും. അത്രയേ ഉള്ളൂ. ഞാൻ 5 വർഷത്തെ അനുഭവങ്ങളും ഉണ്ട്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കില്ലെന്ന തന്റെ അടുത്ത വൃത്തങ്ങളെ ഉമ്മൻചാണ്ടി അറിയിച്ചു കഴിഞ്ഞു. MLA-മാരിൽ ഭൂരിപക്ഷവും ഐ ഗ്രൂപ്പുകാരായതിനാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് ഐ ഗ്രൂപ്പ് അവകാശവാദം ഉന്നയിക്കും. രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരാളാണ്. അതിന് തെറ്റൊന്നുമില്ല. മാത്രമല്ല, ഒരു മരണം വരെ ഒരാൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കണം, പ്രതിപക്ഷ നേതാവ്, അങ്ങനെയൊന്നുമില്ലല്ലോ. ഇത് മുന്നിൽ കണ്ടു തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ നീക്കം. രമേശ് ചെന്നിത്തലയും മന്ത്രിസഭയുടെ ഭാഗമായിരുന്നതിനാൽ കൂട്ടുത്തരവാദിത്വം അദ്ദേഹത്തിനുമുണ്ടെന്ന അഭിപ്രായമാണ് എ ഗ്രൂപ്പ് നേതാക്കൾക്ക്. രമേശ് ചെന്നിത്തലയ്ക്ക് പകരം കെ മുരളീധരനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാനുള്ള നീക്കങ്ങളും എ ഗ്രൂപ്പിൽ സജീവമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് പരാജയം കോൺഗ്രസിൽ പുതിയ പോർമുഖം തുറന്നു കഴിഞ്ഞു. ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുത്ത് വിശ്വസ്തരെ സംരക്ഷിക്കുന്ന ഉമ്മൻചാണ്ടി കടുത്ത ഭീഷണി മുഴക്കിയാണ് മന്ത്രിസഭയിലെ ആരോപണ വിധേയർക്ക് സീറ്റ് നേടിയെടുത്തത്. അത് ദോഷം ചെയ്തെന്ന് KPCC അധ്യക്ഷൻ VM സുധീരനും അഭിപ്രായമുണ്ട്. തൃപ്പൂണിത്തറയിൽ കെ ബാബുവിന്റെ പരാജയം VM സുധീരൻ ആയുധമാക്കും. തിങ്കളാഴ്ച ചേരുന്ന KPCC എക്സിക്യൂട്ടീവിൽ തെരഞ്ഞെടുപ്പ് പരാജയം ചൂടേറിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വേദിയാകുമെന്നുറപ്പ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.